അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ കാണാൻ പറ്റും, അതിനകത്തൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ശൗൽ എന്നാണ്. 9-ാം അധ്യായം വായിക്കുമ്പോൾ ആ ശൗലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ദമസ്കോസിലേക്ക് പുള്ളി പോവുക. ഈ പോകുന്നത് എന്തിനാണെന്നറിയാമോ? പുള്ളിയുടെ കയ്യിലൊരു പത്രമുണ്ട്. മനോരമയൊന്നുമല്ല, കേരള കൗമുദിയല്ല, മാതൃഭൂമിയല്ല, മഹാപുരോഹിതൻ എഴുതി ഒപ്പിട്ട് കൊടുത്തൊരു പേപ്പർ കയ്യിലിരിക്കുക. അപ്പച്ചൂക്ക് എന്തിനാ ഈ പേപ്പർ, എന്തിനാ ഈ പേപ്പർ? പരിശുദ്ധാത്മാവിന്ന് ഇതിനകത്ത് നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാനാണ് ഞാൻ ആ ഭാഗത്തിലേക്ക്, അത് കഴിഞ്ഞ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തിനാ ഈ പേപ്പർ? ഈ പേപ്പറിൽ ഒരു അതോറിറ്റി ഇരിക്കുവാണ്, ഒരു അധികാരം ഇരിക്കുവാണ്. ശ്രദ്ധിക്കണം, ഈ പേപ്പറിൽ എന്തിരിക്കുന്നു? ഒരു അധികാരം ഇരിക്കുന്നു. അപ്പം വായിച്ചിട്ടുള്ളവർ ചുരുക്കമാണ്, വായിച്ചവർക്കറിയാം എന്തിനാണ് ആ പേപ്പറിൽ ഉള്ള അധികാരമെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവനെ ഉടച്ചു കളയാൻ, കൊല്ലാൻ, ഉപദ്രവിക്കാൻ, ഈ മാർഗക്കാരെ നശിപ്പിക്കാൻ ഒരധികാരപത്രവുമായി ബൈബിൾ പറയുന്നു ഈ മനുഷ്യൻ ദമസ്കോസിലേക്ക് പോവുകയാണ്. കരമുയർത്തിയൊരു ഹല്ലേലൂയ. യെരുശലേമിലെ മഹാപുരോഹിതന്മാർ കൊടുത്തതാണ് കയ്യൊപ്പുള്ള ഈ പേപ്പർ. പുരോഹിതന്മാരുടെ ചർച്ച എന്ന് പറഞ്ഞ ഭയങ്കര ചർച്ചയാണ്, വലിയ ചർച്ചാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ 10-15,000 പേർക്ക് കൂടുന്നൊരു ഭയങ്കര മെഗാ ഉത്സവമാണ് ജെറുസലേമിൽ നടക്കുന്നത്. 1-2 പേരൊന്നുമല്ല, വലിയൊരു കൂട്ടം അതിനകത്തുണ്ട്. പരിശുദ്ധാത്മാ പറയുന്നു, ഈ കൂട്ടം അതിനകത്ത് വരുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യൊപ്പുള്ള അധികാരപത്രവും വാങ്ങി പുള്ളിക്കാരനൊരു ചെറിയ പള്ളിയിലേക്ക് പോവുക. ആ പള്ളിയുടെ പേര് ദമസ്കോസിലെ പള്ളി എന്നാണ്. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞ്. ഏതാ പേര്? ദമസ്കോസിലെ പള്ളി. ഞാൻ നിങ്ങളോട് പറയാം, പള്ളിയുടെ പേരൊന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ല. ദമസ്കോസിൻ്റെ പടിവാതിൽ എന്നാണ് ബൈബിളിൽ കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. പുള്ളിക്ക് കാഴ്ചയ്ക്ക് കാൺമനയിലൊരു കാര്യം മനസ്സിലായി, ഞാൻ വന്നത് വലിയ പള്ളിയിൽ നിന്നാണ്, കയറുന്നത് ചെറിയ പള്ളിയിലേക്കാണ്. എന്തുകൊണ്ടും പുള്ളിക്കൊരു തോന്നലുണ്ട്, അവിടുത്തെ അത്രയൊന്നും ഇവിടെ വരികയില്ല. ആമേൻ. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറ. ഞാൻ വന്നത് വലിയ പള്ളിയിൽ നിന്നാണ്, കയറുന്നത് എങ്ങോട്ടാ? ചെറിയ പള്ളിയിലേക്ക്. എന്തിനാ പോകുന്നത്? എൻ്റെ അധികാരം അതിനകത്ത് ചലിപ്പിക്കാൻ, അതിനെ ചിതറിക്കാൻ, അതിനെ ഉടയ്ക്കാൻ, അതിനെ ഇല്ലാണ്ടാക്കാൻ. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയാം, കയറുന്നത് ചെറിയ ചുവരുകൾക്കകത്താണെങ്കിലോ, പൗലോസേ, നീ വന്ന ഇടത്ത് ഇല്ലാത്തൊരു അതോറിറ്റി, കയ്യൊപ്പില്ലാത്തൊരു അതോറിറ്റി ഈ ചെറിയ ചർച്ചിനകത്ത് ഉണ്ട്. അത് കയറിയാൽ കാണാൻ പോകുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരുടെക്ക് പറയുന്നു, ആമേൻ, കയ്യൊപ്പ് കൊണ്ടോ സീല് കൊണ്ടോ കൈമാറാത്ത ഒന്ന് ഇന്ന് പകൽ ദൈവസഭയുടെ അകത്തുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്താൽ ജയമെടുക്കുകയാണ്. അപ്പോൾ പൗലോസ് വന്നത് വലിയ പള്ളിയിൽ നിന്നാണ്, തിരിച്ച് കയറുന്നത് എങ്ങോട്ടാണ്? ചെറിയൊരു പള്ളിയിലേക്ക് പുള്ളി കയറുക. കയറുന്നതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ആരാധിക്കാനല്ല, പ്രാർത്ഥിക്കാനല്ല. പിന്നെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഇനി ആ പള്ളി അവിടെ പാടില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, മറ്റാർക്കും ചെയ്യാൻ കഴിവില്ലാത്തപ്പോൾ, മറ്റാർക്കും ചെയ്യാൻ അധികാരമില്ലാതിരുന്നപ്പോൾ പൗലോസ് പറയുന്നു, എനിക്ക് അധികാരം മഹാപുരോഹിതന്മാർ കൈമാറിയിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ദമസ്കോസിന്റെ പടിവാതിന്റെ അകത്തോട്ട് കാല് വെക്കുന്നതിന് മുൻപ് അകത്തു വ്യാപരിക്കുന്ന അധികാരം പുറത്തു നിൽക്കുന്ന ശൗലിനെ ദൈവം ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു. കുതിരപ്പുറത്ത് നടന്ന് കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നവന് ദൈവം പറയുന്നു, ദൈവത്തിന്റെ തേജസ് അവന്റെ മേലൊന്ന് മിന്നിയപ്പോൾ അവൻ നിലത്തു വീണിട്ട്, ബൈബിൾ പറയുന്നു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ ചോദിച്ചു, ആരാ എന്നെ തൊട്ട്? ഒറ്റ മറുപടി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു, നീ ഇത്ര നാളും ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുവാണ്, നീ തൊട്ടത് യേശുവിനെ. ആ ശൗല്, അതിപ്പോൾ ആ ശൗലിന് മനസ്സിലായത്, തൊട്ടത് സാധാരണ വ്യക്തിയല്ല, തൊട്ടത് സാധാരണ വ്യക്തി എന്ന് തോന്നിയെങ്കിൽ വേദനിച്ചത് യേശുവിനാണ്. ഹല്ലേലൂയ.
ഈ മനുഷ്യനോട് കർത്താവ് ഒരു മറുപടി പറഞ്ഞു, ആമേൻ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ, അല്ലേ? ഈ മറുപടിയൊക്കെ കേട്ടിട്ട് ഈ ശൗലിനോട് പറഞ്ഞു, നീ വേറൊന്നും ചെയ്യണ്ട, നിനക്ക് സുഖം ആകണമെങ്കിൽ, നിന്റെ കണ്ണിന് വിടുതലുണ്ടാകണമെങ്കിൽ, നിന്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ നീ എവിടെ തന്നെ പോകാൻ ഉദ്ദേശിച്ച ദമസ്കോസിലേക്ക് തന്നെ പോണം. പിന്നെയോ അധികാരപത്രം ഞാൻ ഇവിടെ കീറുകയാണ്, അതിനകത്ത് കയറിയാൽ മറ്റൊരധികാരം നിന്റെ കരത്തിലേക്ക് ഞാൻ കൈമാറാൻ പോവുക. ഇന്ന് പകൽക്കാല വലുതിന്ന് ചെറുതിനകത്തോട്ട് പോകുമ്പോൾ പുള്ളി വിചാരിച്ചു ജെറുസലേമിന്റെ അധികാരത്തെ വെല്ലാൻ ആരുമില്ലെന്ന്. എന്നാൽ പൗലോസിന് മനസ്സിലായി, ദമസ്കോസിന്റെ അകത്തോട്ട് കയറിയപ്പോഴാ പുള്ളിക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ കണ്ട അധികാരമല്ല, ഇവിടെ കിട്ടിയ അധികാരമല്ല, ഇതിനേക്കാൾ വലുത് ദമസ്കോസിന്റെ അകത്ത് സ്വർഗം തനിക്ക് വേണ്ടി വച്ചേക്കുന്നത്. ഈ ദിവസങ്ങളിൽ പൗലോസ് മനസ്സിലാക്കിയതുപോലെ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന കുടുംബങ്ങൾ തിരിച്ചറിയട്ടെ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഇതുവരെ നീ കണ്ട അധികാരങ്ങളല്ല, അതിനേക്കാൾ വലുത് ദമസ്കോസിനകത്ത് ദൈവം വച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ അത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ദമസ്കോസിനകത്ത് അവൻ കയറി പോകുന്നത് കണ്ണ് കാഴ്ച ഇല്ലാത്തവനായിട്ടാ എന്ന് പറഞ്ഞ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ. എന്തിനു നഷ്ടപ്പെട്ടോ? ദൈവത്തിനൊരുവനെ തിരിച്ചു കൊണ്ടുവരാ ദൈവം എന്ത് പണിയും ചെയ്യും. ഹല്ലേലൂയ. ഞാനെങ്ങനെ പറയത്തുള്ളൂ, ദൈവത്തിനൊരുവനെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം എന്ത് പണിയും കാണിച്ച അവനെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അതിൽ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരുത്തനെ മാനസാന്തരപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചാൽ മാനസാന്തരപ്പെടുത്തുക തന്നെ ചെയ്യും. ആമേൻ. ഒരുവനെ ദൈവം വിടിവിക്കാൻ ദൈവം തീരുമാനിച്ചാൽ ദൈവം അവനെ വിടിവിക്കുക തന്നെ ചെയ്യുക. എത്ര പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലോ, എത്ര ശക്തികൾ അവന് വിരോധമാണെങ്കിലോ, ദൈവം വിചാരിച്ചാൽ അതിനെ തടുക്കാൻ മറ്റൊരു ശക്തിക്കോ മറ്റൊരു മനുഷ്യനോ കഴിയത്തില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം വിചാരിച്ചാൽ അവന് വിരോധമനിക്കുന്ന സകലതും ഈ ദിവസത്തിൽ ഭയപ്പെടാൻ യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, പൗലോസ് ദമസ്കോസിന്റെ അകത്തോട്ട് കയറി. പുള്ളിക്കാരൻ അകത്തോട്ട് കയറുമ്പോൾ തന്റെ കയ്യിലൊരു പത്രം ഉണ്ടായിരുന്നു. എൻ്റെ ഭാഷ പറഞ്ഞാൽ കയറി തുടങ്ങി പത്രം. ഹല്ലേലൂയ. ഒരു പത്രവുമായിട്ട് അകത്തോട്ട് കയറിയതാ. പക്ഷെ തിരിച്ചു പുള്ളി ഇറങ്ങുന്നത് പാത്രമായിട്ടാണ്. ഹല്ലേലൂയ. കയറിയത് പത്രവുമായിട്ടാ, തിരിച്ചിറങ്ങുന്നത് പാത്രമായിട്ടാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ഇതിനകത്തും പറയാനുണ്ട്. പാത്രവുമായിട്ടൊക്കെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോകുന്നത് പാത്രമായിട്ട് ദൈവം വെളിയിലിറക്കാൻ പോവുക. ഇന്ന് പകൽ ഞാൻ പറയുന്ന ഒരു ആത്മീയ ചിന്തയായിട്ട് കൂട്ടാൻ കഴിയുന്നവർ അങ്ങനെ കൂട്ടണം. നീ വന്നത് പത്രമായിട്ടാണെങ്കിൽ, നീ വന്നത് ചില എഴുത്തും രേഖകളുമായിട്ടാണെങ്കിൽ, തിരിച്ച് നിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് ദൈവത്തിന്റെ മാനപാത്രമാക്കി. കമോൺ, ദൈവത്തിന്റെ മാനപാത്രമാക്കി പരിശുദ്ധാത്മാവ് ചിലതിനെ പുറത്തെടുക്കാൻ ഇതിനകത്ത് ദൈവം താല്പര്യപ്പെടുക. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകലിൽ ആ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. Glory Jesus, glory Jesus, glory Jesus. Rikabalaba shandal proudi biri kataga rakshas kamana kataga si. Amen. പൗലോസിന് മനസ്സിലായി, എൻ്റെ പേപ്പറിലുള്ള അധികാരമല്ല ദമസ്കോസിന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, വലിപ്പത്തിൽ ഒരുപക്ഷെ വലുതല്ലെങ്കിലും ഇതിനകത്ത് വ്യാപരിക്കുന്ന ശക്തി വലുതാ. കാഴ്ചയ്ക്ക് വലുതല്ലെന്ന് തോന്നിയാലും വ്യാപരിക്കുന്ന ദൈവശക്തി വലുതാ. അത് അനുഭവിക്കുന്നവർക്കേ അറിയാവൂ. ആ അനുഭവത്തിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാം, ആ ശക്തിയെ വെല്ലാൻ മറ്റൊന്നിനും കഴിയത്തില്ല. ഇന്ന് പകലിൽ വെല്ലുവിളിക്കുന്ന പോരുകളാകട്ടെ, മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ മറ്റെന്ത് ശക്തികളുമാകട്ടെ, നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ഒരായുധങ്ങളും ദൈവശക്തിയെ ജയിക്കുകയില്ല. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകല ദൈവത്തിന് മകത്വം കൊണ്ട് ജയിക്കുകയില്ല, ജയിക്കുകയില്ല, ജയിക്കുകയില്ല. കമോൺ, ജയിക്കുകയില്ല, 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 ജയിക്കുകയില്ല. നിന്നെ ജയിക്കുകയില്ല. നിന്നിൽ കിടക്കുന്ന ദൈവശക്തിയെ അത് ജയിക്കുകയില്ല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ അത് ജയിക്കുകയില്ല.
Yes, 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 yes. Rakabalahamasyantana. Riva Shamanagadaga Shandal Proudi Minigadagasi. Atuna Regal Kamanagadaga Shandal Proudi Minigadagasi. In mighty name of Jesus. Ninil Kadakuna Daiva Shakti. Ada Jaikuga Illa. Amen. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തിരിച്ചറിഞ്ഞതല്ല അതിനേക്കാൾ വലുത് അതിനകത്തുണ്ട്. നീ ഇതുവരെ കണ്ടതല്ല അതിനേക്കാൾ വലുത് അതിനകത്തുണ്ട്. ഇതിനകത്ത് ആരെടുക്കും ദൈവാത്മാവ് സംസാരിക്കുക. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവശക്തി, നിന്നെ ആൾമാറാക്കുന്ന ദൈവശക്തി, നിന്റെ ജീവിതത്തിന്റെ രീതികളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം, നിന്റെ സ്വഭാവത്തെ മാറ്റുന്ന ദൈവശക്തി. Come on, ഇന്ന് പകൽക്കാല ആരുടെയൊക്കെ ശരീരങ്ങളുടെ മേൽ ദൈവം ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നു. Yes, receive that fire of God in mighty power. Holy Spirit, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ദൈവശക്തി ശരീരങ്ങളെ തൊടുക, 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 തൊടുക. Holy power. Wow. In mighty name of Jesus. നിന്റെ കുടുംബത്തിന്മേൽ വെല്ലുവിളിക്കുന്നത്, നിന്റെ ശരീരത്തിന്റെ മേൽ വെല്ലുവിളിക്കുന്നത്, നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്നത് ഇന്ന് പകൽക്കാലം ആമേൻ ഡമസ്കോസിനകത്ത് ആമേൻ ഇന്ന് പകലത് വെളിപ്പെടുന്ന ശക്തിയെ ജയിപ്പാൻ കഴിയുന്നതല്ല. നിനക്ക് വേണ്ടി ഡമസ്കോസിനകത്ത് ദൈവം കരുതിയിരിക്കുന്ന ദൈവശക്തി ഈ ദിവസങ്ങളിൽ നീ തിരിച്ചറിയാൻ പോവുകയാ. വൈഡ രാഖമാന ശന്ദ റിയാന്തന വൈഷസ് പ്രൗഢി ബിരി ഘടക രക്ഷസ് കമന ഘടക ശന്തൽ കമന ഘടകസി. ആമേൻ, ഹല്ലേലൂയ. ഈ പുള്ളിക്കാരൻ പത്രവുമായിട്ട് അകത്തോട്ട് പോയതാ. 9-ാമത്തെ വാക്യമുണ്ട്, ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പത്രവുമായിട്ട് അകത്തോട്ട് പോയതാ. അകത്തോട്ട് പോയിട്ട് പുള്ളി എവിടെ കിടന്ന് തിന്നാനും ഒന്നും പറ്റുന്നില്ല, കുടിക്കാനും പറ്റുന്നില്ല. ബൈബിൾ പറയുന്നു 3 ദിവസം തിന്നാതെയും കുടിക്കാതെയും ആരാധനാലയത്തിനകത്തായിരുന്നു. അതിൻ്റെ പേരാണ് ഉപവാസം എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ അല്ലേ. ഭക്ഷണം ഇല്ലാതെ വെള്ളം കുടിക്കാതെ പുള്ളി ദൈവത്തോടു കൂടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ പേരെന്തുവാ? ഉപവാസം. സത്യം പറയാം, 3 ദിവസം പുള്ളി ഉപവസിച്ചു. ഉപവാസത്തിൻ്റെ ഒടുവിൽ അതുവരെ കൂട്ടായ്മയ്ക്ക് വരാത്തൊരു പാസ്റ്ററോട് ദൈവാത്മാവ് ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് അനന്യാസ് എന്നാണ്. അനന്യാസിനോട് ദൈവം സ്വപ്നത്തിൽ ഇടപെട്ടേച്ച് പറഞ്ഞു, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഡമസ്കോസിലെ പള്ളിയിലേക്ക് ഞാൻ നിന്നെ അയക്കുക. പലരും കാണും, എല്ലാവർക്കും പ്രാർത്ഥിക്കാനല്ല, ഒരാൾക്ക് വേണ്ടി അയക്കാൻ. പുള്ളിക്കാരൻ ചോദിച്ചു, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ദൈവമേ? പുള്ളി പറഞ്ഞു, വേറെ ആരുമില്ല, നമ്മുടെ ആ ശൗലില്ലേ, ഈ പുള്ളിക്കാരന് വേണ്ടിയാണ്. കേട്ടപ്പോഴേ പുള്ളിക്കാരൻ ആ ദൂതനോട് പ്രതികരിച്ചു, എൻ്റെ പൊന്ന് ദൈവമേ, കൊല്ലാനാണോ അയക്കുന്നത്? ആമേൻ. അധികാരപത്രം കയ്യിലുള്ളവൻ്റെ തലയ്ക്ക് കൈവയ്ക്കാൻ എൻ്റെ കൈക്ക് അധികാരമുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് ചിലവരോട് പറയുക, അവൻ്റെ കയ്യിലിരിക്കുന്ന അധികാരത്തെക്കാൾ വലിയ അധികാരം ചില അനന്യാസുമാരുടെ കൈകളിൽ പരിശുദ്ധാത്മാവ് ഇടാൻ പോവുക. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ചില ശരീരങ്ങളെ തൊടുകയാ, 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 തൊടുകയാ. Power of Holy Spirit in mighty power. തൊടട്ടെ, 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 ദൈവാത്മാവ് തൊടട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിന്നിൽ വെളിപ്പെടട്ടെ. പൗലോസിനെ തൊടാനുള്ള ഒരു അതോറിറ്റി ചില അനന്യാസുമാരുടെ കൈകളിൽ. Holy Spirit, Holy Spirit, Holy Spirit. In the name of Jesus. ആരുടെ ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നു? അവയെ തൊടാൻ എനിക്ക് അധികാരമുണ്ടോ? അവയുടെ മേൽ ഒന്ന് കൈ നീട്ടാൻ എൻ്റെ മേൽ എന്തെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, പൗലോസിന്റെ മേൽ കൈവയ്ക്കാൻ. അവൻ അനന്യാസേ, അവന്റെ കയ്യിലിരിക്കുന്ന പത്രത്തെക്കാൾ നിന്റെ കരത്തിന് ഞാൻ ഒരു അതോറിറ്റി. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഒരു അതോറിറ്റി. നിന്റെ ജീവിതത്തിന്റെ മേൽ വെല്ലുവിളിക്കുന്ന ചില അന്ധകാര ശക്തികളുടെ മേൽ കൈ നീട്ടാൻ നിന്റെ കരത്തിന് ഒരു ബലം പരിശുദ്ധാത്മാവ് ഈ പകൽ കൈമാറട്ടെ. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് നിന്നെ തൊടുന്നു. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് നിന്നെ തൊടുന്നു, 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 തൊടുന്നു. വൈഡം ജനാധര ഇല്ല, ഇല്ല, നീ ചെറുതല്ല, നീ വലുതെന്ന് ചിന്തിച്ച ചില മണ്ഡലങ്ങളുടെ നടുവിൽ ഒന്ന് കൈ നീട്ടാൻ.
വ്യക്തമായി ദൈവാത്മാവരുടെ പറയുന്നു, അവന്റെ കയ്യിലെ പത്രമല്ല വലുത്. അനന്യാസേ, നിന്റെ കരത്തിൽ ഞാൻ തന്നിരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്, ആ പത്രത്തെക്കാൾ വലുത്. ഓ, വിശ്വസിക്കുന്നവന്റെ കയ്യിൽ അതിന്റെ അധികാരം ചലിക്കും, അധികാരം ചലിക്കും, അധികാരം ചലിക്കും. Come on, now you receive the power. അതിന്റെ അധികാരം ചലിക്കും, അധികാരം ചലിക്കും. ആരുടെയൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ. കാഴ്ചയ്ക്ക് നീ ഒന്നുമല്ല അനന്യാസ്, പക്ഷേ കുതിരപ്പുറത്ത് കയറി പത്രവുമായി വരുന്നവന്റെ തലമേൽ കൈവയ്ക്കാൻ നിന്റെ കരത്തിന് ഒരു പ്രത്യേക അതോറിറ്റി. ഓ, receive the fire. തൊടുക, തൊടുക, തൊടുക. ദൈവശക്തി. fire. തൊടുക, തൊടുക, തൊടുക. fire. ആരുടെ കരങ്ങളിൽ ഒരു തീ വ്യാപരിക്കുക. തീ, 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 തീ തൊടുക, തീ തൊടുക. അഭിഷേകത്തിന്റെ തീ. യെസ്, 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 യെസ്. ചില പത്രങ്ങളെ കീറി ചില പൗലോസുമാരെ പുറത്തെടുക്കേണ്ട അഭിഷേകത്തിന്റെ തീ. യേശുവിന്റെ മകത്വം ഇറങ്ങട്ടെ, യേശുവിന്റെ മകത്വം ഇറങ്ങട്ടെ. ഇന്ന് പകലിൽ ചില അനന്യാസുമാരോട് പറയുക, പേടിക്കണ്ട, അവൻ ദൈവസഭയ്ക്കകത്ത് വന്നെങ്കിൽ അവന്റെ കയ്യിലെ പത്രത്തിനല്ല വില. അനന്യാസ, നിന്റെ കരത്തിലിരിക്കുന്ന ദൈവശക്തിക്ക്. ഓ, വിശ്വസിക്കുന്നവരുടെ ദൈവാത്മാ പറയുന്നു, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് വില, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് വില. അത് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽ ചലിക്കുന്ന പകൽ. ഹല്ലേലൂയ. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും നിനക്ക് വിരോധമായി പലപ്പോഴും ആമേൻ വാടകോരി എഴുന്നേൽക്കുമ്പോ ഇന്ന് ആത്മാവ് നിന്നോട് പറയുന്നു, അതിനല്ല ശക്തി, മറിച്ച് നിനക്കാണ് ശക്തി, നിനക്കാണ് ശക്തി, നിനക്കാണ് ശക്തി. ഉണ്ടോ? ആത്മാവ് ഇന്ന് ശക്തമായിട്ട് ആരോടൊക്കെയോ കൈമാറുന്ന ഒരു ദൂത. നീ എന്തിനാ പേടിക്കുന്നേ? ഡമസ്കോസ് ചെറുതാ, പക്ഷെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി വലുതാ. ഡമസ്കോസ് ചെറുതാ, പക്ഷെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി വലുതാ. അത് തിരിച്ചറിയുന്ന അനന്യാസുമാരെ, ആമേൻ, നീ മടിച്ചാലും ആത്മാവ് നിന്നെ നിർബന്ധിക്കുകയാ. നിന്റെ കരം അവന്റെ മേലൊന്ന് വന്നാൽ അവൻ ഇനി ശൗലല്ല. ഓ, 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 ഒരു അഗ്നിയുടെ സാന്നിധ്യം ചില കൈകളിൽ വ്യാപരിക്കട്ടെ. നീ തൊടുന്ന ചില വ്യക്തികളുടെ മേൽ ഒരു തീ. തൊടുക, 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 തൊടുക. അസാധാരണമായി തീ ശിരസ് മുതൽ പാദം വരെ നിന്റെ മേൽ. In mighty name of Jesus. മകത്വം തൊടുക, മകത്വം തൊടുക. നിന്റെ കരത്തിന്മേൽ എന്തോ ദൈവം തരുന്നു, നിന്റെ കരത്തിന്മേൽ എന്തോ ദൈവം തരുന്നു, നിന്റെ കരത്തിന്മേൽ എന്തോ ദൈവം തരുന്നു. കൈമാറുന്നു, കൈമാറുന്നു, കൈമാറുന്നു. Come on, receive that fire. നിന്നോട് ദൈവ സ്വപ്നത്തിൽ ഇടപെടുന്നേ. പത്രവുമായിട്ട് ഒരു വരുന്നുണ്ട്, അതിനെ പാത്രമാക്കേണ്ട കരുത്ത് നിന്റെ കരത്തിന്മേൽ ദൈവം തരാൻ പോവുക. ഇന്ന് പകൽ ശക്തമായി പറയുന്നത്, പത്രവുമായിട്ടൊരു വരുക, അവരെ നിന്റെ കൈ വെച്ചാൽ അവൻ പാത്രമാകാൻ പോവുക. ആരുടെയൊക്കെയോ ദൈവാത്മാ പറയുന്നു, ഇത്ര കാലവും ഉപദേശിച്ചിട്ടും, ഇത്ര കാലവും പുറകെ നടന്നിട്ടും, ഇത്ര കാലവും നല്ലത് പറഞ്ഞിട്ടും അവൻ നന്നാകാൻ മനസ്സില്ലാതെ ഇരിക്കുന്ന ചിലതിനോട് ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുക, ഇനി പറയാനല്ല, നിന്റെ ഒരു കൈ അവന്റെ മേലൊന്ന് വന്നാൽ വിശ്വസിക്കുന്നവൻ യെസ്, ഈ 2024 പാത്രങ്ങളെ കീറി പാത്രങ്ങളായി പുറത്തെടുക്കാൻ. ആത്മമണ്ഡലം തുറക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. Receive the fire. ജൂഡ ബാല ബാല ഭാഷാത റഖമസിയ അഡം ജനാധര റിഗക്ഷസിയ ശബ്ദ പ്രൗഢി മിനിക്കട്ടകസി.
ആത്മമണ്ഡലം തുറക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ശക്തമായി ദൈവാത്മാ പറയുന്നു, പത്രത്തിൽ എഴുതി സീല് വെച്ചതിന്റെ പുറത്ത് ഇനി വീഴേണ്ടത് നിന്റെ കയ്യാ. ഏതൊക്കെയോ എഴുത്തുകളുടെ മേൽ നന്നാകത്തില്ലെന്നുള്ള എഴുത്ത്, രക്ഷപ്പെടത്തില്ല എഴുത്ത്, സൗഖ്യമാകത്തില്ല എന്നുള്ള എഴുത്ത് ഇന്ന് പകൽ എവിടേക്കോ പത്രത്തെ കുറിപ്പിച്ചു വച്ചിരിക്കുമ്പോഴും അഭിഷേകമുള്ള അനന്യാസെ ചില എഴുത്തുകളെ കീറി ഒരു പാത്രമാക്കി പുറത്തെടുക്കാൻ നിന്റെ കരത്തിന്റെ മേൽ ഡെമസ്കോസിനകത്തുള്ള ഒരു അതോറിറ്റി ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ അത് സ്വീകരിക്കട്ടെ. റിസീവ് ദ ഷാരാ ധാരാ ധാരാ ബസേ റീകല്ല മസേ അന്തൽ ഖബർ യംതന റീബ ക്ഷമനകടഗസേ ഇൻ മൈറ്റി പവർ. ഗ്ലോറി 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 റീബല ഹന്തൽ ഖമനകടഗ. നീ ഒന്നും അല്ലെന്നാ പലപ്പോഴും ചിന്തിക്കുന്നേ. ഇനി എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം. പൗലോസേ, നീ ആർക്ക് വിരോധമായിട്ടാണ് പത്രം എഴുതിയേ? എൻ്റെ ഭാഷയിൽ പറയാം, അനന്യാസ് എന്ന പാസ്റ്റർക്കും അവിടെയുള്ള വിശ്വാസികൾക്കും വിരോധമായ. പൗലോസേ, ആർക്ക് വിരോധമായിട്ടാണ് നീ സീലടിച്ച് പത്രവുമായിട്ട് വരുന്നേ? പൗലോസ് പറയും, ഈ അനന്യാസിനും അവൻ്റെ കൂടെ പാടി ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കും വിരോധമായിട്ടാ. ആമേൻ. ഇന്ന് ദൈവത്തിന് പറയാനൊരു കാര്യമുണ്ട്. എടാ, ആ പത്രത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു ടൈമുണ്ട്. ചിലരുടെ വാക്കുകൾക്കൊരു സമയമുണ്ട്, ചിലതിൻ്റെ വിധികൾക്കൊരു സമയമുണ്ട്. നിനക്ക് വിരോധമായി കുറിച്ച രേഖകൾക്കൊരു ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ അതിനെ പൊട്ടിക്കാൻ നീ ചിന്തിക്കും മഹാപുരോഹിതന്മാർക്കോ മറ്റാർക്കോ കഴിയത്തില്ലെന്ന്. എന്നാൽ ആത്മാവ് ശക്തമായി പറയുന്നു, ഒരു അനന്യാസിന്റെ കയ്യിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ചില ശൗലുമാരെ പൗലോസാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ കര. തീ തൊടുക, തീ തൊടുക, തീ തൊടുക. നിന്റെ കൈ കൊണ്ട് തന്നെ ചിലതൊക്കെ ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോവുക. ഹേയ്, നിനക്ക് വിരോധമായി എഴുതി പിടിപ്പിച്ച ചില രേഖകൾ ഉണ്ടോ? നീ തകരുമെന്നും നീ നശിക്കുമെന്നും നീ ഉടയണമെന്നും എഴുതി പിടിപ്പിച്ച ചില അധികാരപത്രങ്ങള് നിന്റെ കൈ കൊണ്ട്, ആത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ കൈ കൊണ്ട് ചിലതിന് കീറാൻ ഇന്ന് പകൽ ഒരു ദൈവിക അതോറിറ്റി നിന്റെ മേൽ mighty name of Jesus. Rimana Shandal Kamanakadagasi, Vaishas Browdy Birikadagasi. ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, അനന്യാസേ, നിനക്ക് വേറെ എഴുതി പിടിപ്പിക്കാനൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഡെമസ്കോസിനകത്ത് നീ ഇരുന്നത് വെറുതെയല്ല. എഴുത്തിൽ കാണാത്ത അധികാരം നിന്റെ ആത്മാവിൽ വ്യാപരിക്കുകയാ. ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി സഭയോടായി പറയുന്നു, എഴുത്തിൽ കിടക്കാത്ത അധികാരം നിന്റെ ആത്മമണ്ഡലത്തിൽ നിന്റെ അകത്ത് ചലിക്കുകയാ. എഴുത്തിൽ കാണാത്തത് ഇന്ന് നിന്റെ ആത്മമണ്ഡലത്തിൽ കിടക്കുക. പരിശുദ്ധാത്മാ പറയുന്നു, അങ്ങനെയുള്ള അനന്യാസുമാരെ ആ ദൈവത്തിന് വേണ്ടത്. എഴുതി പിടിപ്പിച്ചത് രക്ഷപ്പെടത്തില്ലെന്ന, എഴുതി പിടിപ്പിച്ചത് ദമസ്കോസിനെ അവൻ വളരത്തില്ലെന്ന, എഴുതി പിടിപ്പിച്ചത് അനന്യാസിനെ ജീവിക്കത്തില്ലെന്ന. എന്നാൽ ഇന്ന് പകൽ എഴുത്തെഴുതിയവനെ നോക്കിയിട്ടും എഴുത്ത് കൊണ്ടുവന്നവനെ നോക്കിയിട്ടും അനന്യാസ് പറയുന്നു, നീ ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ, നീ ഇനി മുന്നോട്ട് നടക്കണമെങ്കിൽ എൻ്റെ കരം നിന്റെ തലയിൽ വരണം. ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, എഴുതി പിടിപ്പിച്ച ചിലതിനെ നോക്കി ദൈവാത്മാ പറയുന്നു, ആമേൻ, നിന്റെ യാത്ര ആമേൻ സ്വർഗം പറയുന്നു, അനന്യാസെ കൈവച്ചാലേ നടക്കത്തുള്ളൂ. നിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ അനന്യാസെ കൈവയ്ക്കണം. Hallelujah. Hallelujah. Glory.
പ്രൈസ് ഗാഡ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അത് ചില അധികാരമുള്ള ശക്തിയാണ്. മറ്റു പല ശക്തികളും അതിൻ്റെ മുമ്പിൽ കീറപ്പെടാൻ പോവുകയാണ്. മറ്റു പല അധികാരങ്ങളും കീറപ്പെടാൻ പോവുകയാണ്. മറ്റു പല അതോറിറ്റികളും നിന്റെ കാൽച്ചുവട്ടിൽ വരാൻ പോവുകയാണ്. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്തെന്ന് ഡമസ്കോസിൽ വന്ന് ചിലരെ കാണാൻ പോവുകയാ. നിന്റെ ഭവനത്തെ നോക്കിയിട്ട് വിധി പറഞ്ഞില്ലേ? നിന്റെ വീട്ടിനകത്ത് തന്നെ വന്ന് ചിലരെ കാണാൻ പോവുകയാ. നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ശക്തിയുടെ വലിപ്പം എന്തെന്ന്. Oh, now receive the power. തൊടുക. റബബബബ ശന്തരാധിയാന വൈഷസ് പ്രൗഢി മിനി ഘടക റഗൽ കമന ഘടക ശന്തൽ കമന ഘടകസി യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. പൊളിക്കാമെന്ന് കരുതിയ പുള്ളി പോയത്, പൊളിച്ചു കളയാമെന്ന് കരുതിയ പുള്ളി ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ തമ്പുരാൻ പൊളിച്ചത് എന്നാന്നറിയാമോ? ഈ പത്രത്തെ പൊളിച്ചു. പാത്രത്തെ പൊളിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് അവനൊരു പാത്രമാക്കി മാറ്റി. എന്തിനുള്ള പാത്രം? എടാ, നീ ചെറിയ 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 ദമസ്കോസിൽ കയറേണ്ടവനല്ല. അവൻ ചോദിച്ചു, പിന്നെ എവിടെ കയറാനാ? നീ രാജാക്കന്മാരുടെ അടുത്ത് പോകാനുള്ളവനാ. ഇന്നലകളിൽ ഏതൊക്കെ ദമസ്കോസിൽ ചെന്ന് ചെറിയ കളിയും കളിച്ച് വന്നവനാ. പരിശുദ്ധാത്മാവിന് തൊട്ടൊരു പാത്രമാക്കിയിട്ട് പറയുവാ, ചെറിയ ചെറിയ പരിപാടിയല്ല. ജാതികളുടെ അടുക്കൽ നീ ചെല്ലും, പട്ടണങ്ങളെ നീ പിടിക്കും, രാജാക്കന്മാരെ നീ പിടിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, നീ മഹാപുരോഹിതന്റെ അധികാരത്തിൽ നിന്നൊന്ന് വ്യതിചലിച്ച് കർത്താവിന്റെ അധികാരത്തിനോട്ട് വാ. ഇന്നലെ സഞ്ചരിച്ച പോലത്തെ സഞ്ചാരമല്ല, നിന്റെ സഞ്ചാരത്തിൽ അസാധാരണമായ ചില പ്രവർത്തികൾ വെളിപ്പെടാം. ഗ്ലോറി വൈഷസ് പ്രൗഢി ബിരി ഘടക റഗൽ കമന ഘടക ശന്തൽ കമന ഘടകസി. അധികാരം മാറിയപ്പോൾ എന്നാ സംഭവിച്ചു? അധികാരം മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മഹാപുരോഹിതന്റെ പക്കലുള്ള അധികാരം അവന്റെ കയ്യിലിരുന്നപ്പോൾ ദൈവസഭയ്ക്ക് ദണ്ഡനമായിരുന്നു. പലർക്കും ഉപദ്രവങ്ങളിൽ ഏറ്റു, പലരെയും കല്ലെറിയപ്പെട്ടു, പലരെയും കൊന്നുകളഞ്ഞു. പക്ഷെ ദമസ്കോസിൽ വെച്ച് അധികാരം മാറി. അധികാരം മാറിയപ്പോൾ എന്നാ സംഭവിച്ചു? അധികാരം മാറിയപ്പോൾ ദൈവസഭയ്ക്ക് ഉപദ്രവമല്ല, ദൈവസഭയ്ക്ക് വളർച്ചയുണ്ടായി. അടുത്ത ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, പൗലോസിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, അധികാരം മാറിയപ്പോൾ വെളിച്ചപ്പാടുകൾക്ക് ദേശങ്ങളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അധികാരം മാറിയപ്പോൾ ആമേൻ, ഭൂതങ്ങൾക്ക് വഴിയിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അധികാരം മാറുമ്പോൾ ദേശങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. അധികാരം മാറുമ്പോൾ ദേശത്തിന്റെ ഭൂതങ്ങൾ ഇളകി മാറും. അധികാരം മാറുമ്പോൾ ദേശത്ത് മിറക്കിളുകൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, അധികാരം ഡമസ്കോസിന്റെ അധികാരമാ വലുത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുക. പത്രത്തിൽ എഴുതി വെച്ച അധികാരമൊന്നും നമുക്ക് വേണ്ട. കർത്താവേ, ദമസ്കോസിനകത്ത് ചലിക്കുന്നത് എനിക്ക് വേണം. എറണാകുളം മീറ്റിങ്ങിന് ഞാൻ പോയി ഇന്നലെ. അതിഗംഭീരമായിരുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ലൈവ് ഉണ്ടോ? ആരെങ്കിലും? ഇപ്പം നിൻ്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ളവർക്ക് മൊബൈലില്ല, നിങ്ങൾക്ക് മൊബൈൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കള്ളം പറഞ്ഞാൽ കിട്ടൂല. ഹല്ലേലൂയ. ഞാൻ മീറ്റിങ്ങിന് വേണ്ടി കിടന്നു. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം അവിടെ ചലിച്ചു. നിരത്തി ഛർദിലായിരുന്നു. ഛർദിൻ്റെ അസുഖമല്ല, കൈവിഷം പോയതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിരത്തി എന്തായിരുന്നു? വോമിറ്റിംഗ് ആയിരുന്നു, ഛർദിയായിരുന്നു. ആമേൻ. ഇതിനിടയ്ക്ക് ഒരാൾ ഛർദി വെച്ചിട്ട് ബ്ലഡ് വരെ വോമിറ്റ് ചെയ്തു. ഞാൻ കുഴപ്പമില്ല, ഞാനിതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളൂ, എനിക്ക് കുഴപ്പമില്ല. ഛർദ്ദിച്ച പുള്ളി പേടിച്ചു പോയി. പുള്ളി ഇറങ്ങി ഓടി കളഞ്ഞു. തിരുന്നപ്പോൾ എന്നോട്, പാസ്റ്ററെ, ഞാൻ കുറേയൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊന്നും ഛർദ്ദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതും വരും, ഇതിൻ്റെ അപ്പുറത്തും വരും. ഇല്ല, ബ്ലഡ് കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. പുള്ളി ആദ്യം മുകളിൽ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ പോയി. ഞാൻ പുറകെ നാളെ വിട്ടു. ഇവർ പോയിട്ട് നാളെ കാണാനുമില്ല.
ഞാൻ എവിടെ ആയിരുന്നു? മുകളിൽ പോയി. എവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി പോകാൻ പറഞ്ഞു. വെള്ളം കുടിക്കണമെന്ന് തോന്നി, ചാവുമെന്ന് തോന്നി. ഒന്നും സംഭവിച്ചില്ല. താഴെ ചെന്ന് ശ്രദ്ധിച്ചോണ്ടിരുന്നല്ലേ, അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ അടിച്ചോണ്ട് പോയി. പിടിക്കാറുണ്ടെങ്കിൽ ചെല്ലും എവിടെയെങ്കിലും പെയ്യാന്നെ. അപ്പോൾ നേരത്തി ആമേൻ. അതൊരു അതോറിറ്റിയാണ്. ഞാൻ ആർക്കും ഒന്നും കൊടുത്തതല്ല. ഗുളിക കൊടുത്തില്ല, പച്ചവെള്ളം പോലും കൊടുത്തില്ല, ഒന്നും കൊടുത്തതല്ല. ഇതാണ് ദമസ്കോസിനകത്ത് കിടക്കുന്ന അധികാരം. ഹല്ലേലൂയ. 1-2 പേരെന്നുള്ള കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും, ഛർദ്ദിക്കാൻ, വോമിറ്റ് ചെയ്യാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ദമസ്കോസിനകത്തൊരു അതോറിറ്റി ഉണ്ട്. പത്രത്തിൽ വായിച്ചതും എഴുതിയതും ഒപ്പിട്ടതൊന്നുമല്ല. നീ അകത്തോട്ടൊന്ന് കയറി വാ. അനന്യാസുമാരുടെ കൈ നിന്റെ തലയിലോട്ട് വന്നാൽ ഈ അതോറിറ്റിയുടെ പകർച്ച നിന്നിൽ സംഭവിക്കും. ഈ അധികാരം നിന്നിൽ സംഭവിക്കും. പട്ടണങ്ങൾക്കകത്ത് കാലുവച്ചാൽ വെളിച്ചപ്പാടുകൾക്ക് ഇരിക്കാൻ കഴിയാത്ത, പട്ടണങ്ങളിൽ കാലുവച്ചാൽ അണലി ശക്തികൾക്ക് ഇരിക്കാൻ കഴിയാത്ത, കടലിന്മേൽ കൂടെ സഞ്ചരിച്ചാൽ പടക് തകർന്നാലും കരയ്ക്ക് നീ തിരിച്ചു കയറ്റുന്ന, അസാധാരണമായ മരണത്തെ ജയിക്കുന്ന ഒരു അധികാരം. ദൈവാത്മാവ് ശക്തമായി പറയുന്ന ഈ അധികാരം എൻ്റെ കുടുംബത്തിന് വിടുതലായി മാറാൻ പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു, ഈ അധികാരം നിന്റെ കുടുംബത്തെ വിടുവിക്കും. ഈ അധികാരം നിന്റെ ഭവനത്തെ വിടുവിക്കും. ഈ അധികാരം നിന്റെ വാതിലുകൾ നിന്റെ മുമ്പിൽ നീ കാരണം തുറക്കപ്പെടാൻ പോവുകയാണ്. എഴുത്തിനേക്കാൾ ശക്തിയുള്ള ആത്മാവിൻ്റെ അധികാരം ഇന്ന് പകൽ നിന്റെ മേൽ ചലിക്കട്ടെ. എന്താണോ നീ വിഷയം വച്ച് പ്രാർത്ഥിക്കുന്നത്, സ്വർഗം അതിന്മേൽ ഈ അധികാരത്തോടെ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് പറയുന്നു, പൗലോസേ, നീ കൊണ്ടുവന്ന അധികാരം ദമസ്കോസിലിട്ടാൽ തിരിച്ചിറങ്ങുമ്പോൾ ആത്മാവിൻ്റെ അധികാരം നിന്റെ മേൽ വ്യാപരിക്കുക. അതുമുതൽ നീ അസാധാരണമായൊരു മനുഷ്യനായി മാറാൻ പോകുകയാ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നീ കൊണ്ടുവന്നതെല്ലാം ഇട്ടേക്ക്. സ്വർഗം മറ്റൊന്ന് നിന്റെ കരത്തിലേക്ക് കൈമാറാൻ പോകുകയാ. അസാധാരണമായ അധികാരം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ എവിടെ പറ. ഞാൻ നിങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഖിമോൺ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. റീമാന ശന്ധന റക്ഷസ്കമന വൈഡൽ പ്രൗഢിബിരി ഘടകസി. ദൈവാത്മാവരുടേക്ക് പറയുന്നു, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ചിലതിൻ്റെ മേൽ കർത്താവിൻ്റെ അധികാരം ചലിക്കാൻ പോവുകയാണ്. ഒരധികാരത്തിൻ്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറും. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ, പത്രത്തിൽ കീറി പാത്രമാക്കിയതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവരുടേക്ക് പറയുന്നു, വന്ന അനുഭവങ്ങൾ മാറും. തിരിച്ചു പോകുന്നത് പാത്രമായിട്ടാണ്. ഈ നാമത്തെ ജാതികളുടെ മുമ്പിൽ വയ്ക്കാൻ, രാജാക്കന്മാരുടെ മുമ്പിൽ എത്തിക്കാൻ, പട്ടണങ്ങളുടെ നെറുകയിലെത്തിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു പാത്രം പോലെ നിന്നെ മെനയട്ടെ. ചൂടാബാല ശന്തൽ ഖമന ഘടക ശന്തൽ പ്രൗഢിമിനി ഘടകസി. അന്ധകാരത്തിൻ്റെ ശക്തികൾ നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ ജയിക്കാൻ കരുത്തുള്ള ആത്മാവിൻ്റെ അതോറിറ്റി, ആത്മാവിൻ്റെ അധികാരം, ആത്മാവിൻ്റെ അധികാരം ഇന്ന് പകൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വിട്ടു തരിക. വേണ്ടിയവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കൊണ്ടുവന്നതുപോലല്ല തിരിച്ചു പോകുന്നതൊരു പാത്രമായിട്ട്. എന്തൊക്കെയോ നിറയ്ക്കാനും പകരാനും ദൈവത്തിൻ്റെ കരത്തിലുണ്ട്. എന്തൊക്കെയോ നിറയ്ക്കാനും പകരാനും യേശുവിൻ്റെ കരത്തിലുണ്ട്. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകൽ ഈ അതോറിറ്റി ചലിക്കും. ലോകത്തിന്റെ അധികാരങ്ങളുടെ മേൽ കൈ നീട്ടാൻ ഇന്ന് പകൽ കർത്താവ് തന്റെ ബലത്തെ നിന്റെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഹോളി സ്പിരിറ്റ്,
മിസ്രയീമിന്റെ സകല അധികാരങ്ങളുടെ നേർക്കം ഒന്നുമല്ലാത്തൊരു മോശ കൈ നീട്ടുമ്പോൾ 430 വർഷം പഴക്കമുള്ള ചില അടിമത്വത്തിന്റെ ചങ്ങലകളും അതിൻ്റെ അധികാരങ്ങളും ചില ദിവസങ്ങൾക്കുള്ളിൽ ചെങ്കടലിൽ താണുപോയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കരത്തിൽ സ്വർഗം നൽകുന്ന അതോറിറ്റി ഒരു ചെറിയ അതോറിറ്റി അല്ല, ഒരു അസാധാരണമായ ആത്മസാന്നിധ്യം ആരുടെയൊക്കെ കൈമാറുന്നു. യെസ് യെസ് യെസ്, ഫയർ ഓഫ് ഗോഡ് നിറയട്ടെ 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 നിറയട്ടെ. തൊടുന്നു, നിന്റെ കരത്തിൽ അത് വരുന്നു വരുന്നു. നിന്റെ കുടുംബത്തിനകത്ത് തലമുറകളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ചില ദുർവ്യാപാരങ്ങളുടെ മേലൊന്ന് കൈവച്ചാൽ ഫയർ. തൊടുക 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 തൊടുക. ശക്തി നിങ്ങളുടെ മേൽ വരിക, ശക്തി നിങ്ങളുടെ മേൽ വരിക. റീബ ലബസി യാന്തേനിയ റീബൽ കമനഗഡഗ ശംദൽ പ്രൗഢിമിനിഗഡഗസി. ഹരക്കതൊക്കെ ദൈവാത്മ പറയുന്നു, ദമസ്കോസിന്റെ അകത്ത് വ്യാപരിക്കുന്ന അതോറിറ്റി ഇന്ന് പകൽ നിന്റെ മേൽ, ചില അനന്യാസുമാരുടെ മേൽ, ചില ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് തരിക. ഓ റാഖബശകേനിയ. യെസ് 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 യെസ്. പൗലോസേ, നിന്റെ മേൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നീ നടക്കുന്ന ഇടത്ത് കൂട്ട മാനസാന്തരങ്ങൾ സംഭവിക്കും. നീ സഞ്ചരിക്കുന്ന ഇടത്ത് ആ സർപ്പശക്തികൾക്ക് പോലും നിൽക്കാൻ കഴിയത്തില്ല. മഹത്വം തൊടുന്നു, മഹത്വം തൊടുന്നു. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. ഒരു അധികാരത്തിന്റെ ശക്തിയായി ചില ശരീരങ്ങളിൽ ദൈവം അത് ഇട്ടു തരിക. ഇന്നലെ വീട്ടിൽ പോയതുപോലല്ല, ഇന്നിത് കഴിഞ്ഞ് നീ വീട്ടിലേക്ക് പോകുമ്പോൾ നീ കാണാൻ പോവുകയാ, നിന്ന ചില ശക്തികൾ നിന്നെ കാണുമ്പോൾ ഓടി മാറുന്നത്. ഓടി മാറുന്ന ഒരു ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിന്നിലൂടെ നിന്നിലൂടെ മഹത്വം തൊടുക, മഹത്വം തൊടുക. ദൈവ സാന്നിധ്യം തൊടുക. ചില ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവമഹത്വം ഒരു അധികാരത്തിന്റെ ശക്തിയായി പരിണമിക്കാൻ പോവുക. ചില ദുർഭൂതങ്ങൾ നിന്നെ തകർക്കുമെന്ന് ഭീതി മുഴക്കിയ, നിന്നെ ഒതുക്കുമെന്ന് ഭീതി മുഴക്കിയ ചില ദുരാത്മ മണ്ഡലങ്ങൾക്ക് നേർക്ക അധികാരത്തിന്റെ ശക്തിയോടെ യെസ് 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 ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, അതിൻ്റെ നേർക്കൊന്ന് കൈ ഉയർത്താൻ ഇതിനകത്തിരിക്കുന്ന ചില കരങ്ങള് ദൈവം കരുത്തു കൊടുക്കുക, കരുത്തു കൊടുക്കുക, കരുത്തു കൊടുക്കുക, കരുത്തു കൊടുക്കുക, കരുത്തു കൊടുക്കുക. നിന്റെ ദേശത്തെ അടക്കി ഭരിക്കുന്ന ചില ദേശാധിപതികൾ നീ എന്ന് കൈ നീട്ടിയാൽ ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, ഇനി അത് കരയിലേക്ക് കയറത്തില്ല. ചെങ്കടലിന്റെ കീഴ് ചിലത് അടിയറവ് പറയുന്നത് പോലെ ഈ പകലിൽ അസാധാരണമായ ചിലത് നിന്നിലൂടെ സംഭവിക്കട്ടെ. റിസീവ് ദ ഫയർ. തൊടുക 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 തൊടുക. ഇനി അതോറിറ്റിയായി നിങ്ങളിലേക്ക് ചലിക്കപ്പെടാൻ പോകുക, ചലിക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വെളിപ്പെടുന്നു, വിശ്വസിക്കുന്നവരുടെ വെളിപ്പെടുന്നു. നീ ആള് മാറും, നീ ആള് മാറും. ദൈവാത്മാവ് പറയുന്നു, നീ ആൾ മാറിയതുപോലെ, നീ ആൾ മാറിയതുപോലെ, നീ ആൾ മാറിയതുപോലെ. നിന്റെ കരത്തിലിരിക്കുന്ന പത്രമല്ല വലുത്, നിന്റെ ശരീരത്തിന്മേൽ ആത്മാവിൽ കൈമാറിയിരിക്കുന്ന ഒരു ദൈവശക്തിയുടെ വലിപ്പം ഈ ദിവസങ്ങളിൽ നിന്റെ ദേശം തിരിച്ചറിയാൻ പോവാ. തിരിച്ചറിയാൻ പോവാ, തിരിച്ചറിയാൻ പോവാ, തിരിച്ചറിയാൻ പോവാ. Receive the power. തൊടുക ദൈവം, തൊടുക ദൈവം, തൊടുക. ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുക.
കഴിയുന്നവർ പ്രാർത്ഥിക്കട്ടെ. ആത്മസാന്നിധ്യം നിറയപ്പെടുന്നു, ആത്മസാന്നിധ്യം നിറയപ്പെടുന്നു, ആത്മസാന്നിധ്യം നിറയപ്പെടുന്നു. ചില ശരീരങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ കരുത്ത് ഇന്ന് പകൽ നിറയപ്പെടുകയാണ്, നിറയപ്പെടുകയാണ്. യെസ്, നിറയപ്പെടുകയാണ്, നിറയപ്പെടുകയാണ്, നിറയപ്പെടുകയാണ്. ഇല്ല, ഇനി മുതൽ സംഭവിക്കുന്നത്, നിന്നെ തെന്നിപ്പിച്ചവൻ നിന്റെ മുൻപിൽ അടിയറവ് പറയുന്ന, നിന്നെ ഒതുക്കിയവർ നിന്റെ മുൻപിൽ അവൻ കീഴടങ്ങുന്നത്. ഓ ഓ നിനക്കെതിരെ ആഭിചാരം ചെയ്തവർ നിന്റെ കൂടെ ആരാധിക്കാൻ കയറുന്ന ചില അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നവരോടായി സ്വർഗം പറയുന്നു, സംഭവിക്കട്ടെ. വാവ് 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 വാവ്. മകത്വം തൊടുക, മകത്വം തൊടുക, മകത്വം തൊടുക. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അധികാരത്തിന്റെ കൈമാറ്റത്തെ പരിശുദ്ധാത്മാവ് വിട്ടു തരട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അതോറിറ്റി പരിശുദ്ധാത്മാവ് ചലിപ്പിക്കട്ടെ. പട്ടണങ്ങൾക്കകത്ത് എവിടേക്ക് ഒതുങ്ങിപ്പോയ നിന്റെ ഇന്ന് പകൽ അനന്യാസെ ദർശനത്തിൽ തന്നെ വിളിച്ച നിന്നെ പുറത്തു കൊണ്ടുവന്ന ചിലർക്ക് വേണ്ടി കൈ നീട്ടുവാൻ ഇന്ന് പകലിൽ ദൈവം നിന്റെ മേൽ ഒരു പ്രത്യേക അതോറിറ്റിയെ പരിശുദ്ധാത്മാവ് തരിക. നിന്റെ കരസ്പർശം വീണാൽ യെസ്, പട്ടണങ്ങൾക്ക് തിരിക്കാൻ കഴിയാത്തവന് പരിശുദ്ധാത്മാവ് തിരിക്കാൻ പോവുകയാ. ഓ ഓ ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. രക്ഷസ് പ്രൗഢി ബിരി ഘടകം റീഗൽ ലാമസേ അന്തൽ കമന ഘടക ശന്തരധിയാന. പട്ടണങ്ങൾക്കും കുടുംബങ്ങൾക്കോ ദേശങ്ങൾക്കോ തിരിക്കാൻ കഴിയാത്തവന് പരിശുദ്ധാത്മാവ് തിരിക്കുന്നത് നീ കാണും. ആർക്കും ശരിയാക്കാൻ കഴിയാത്ത ചിലരെ ശരിയാക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അനന്യാസിന് കൊടുത്തതുപോലൊരു കൃപ തരും. വാവ്, ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. പലർക്കും ശരിയാക്കാൻ കഴിയാത്തത് ഇവരെ നന്നാക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ദൈവാത്മാവ് സ്പെഷ്യലായി പറയുന്നു, അവനെ ഒന്ന് തൊട്ടാൽ ആർക്കും റെഡിയാക്കാൻ കഴിയാത്ത ചിലത് ഇന്ന് ഈ അധികാരത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന നിന്റെ കരത്തിലൂടെ. Yes, 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 yes. Now receive the fire of God. തൊടുക, 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 തൊടുക. ആ അധികാരത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു, നിന്റെ മേൽ വെളിപ്പെടുന്നു. റീബൽ ഹംദന രക്ഷസ്കമന വൈഡൽ കമന ഘടക ശന്തൽ പ്രൗഢിമിനി ഘടകസേ. ഇന്ന് പകല മഹത്വം തൊടുക, മഹത്വം തൊടുക, ദൈവ സാന്നിധ്യം തൊടുക. റീമന ഹംദൽ പ്രൗഢേ റിവ ശാന്തേനിയ രക്ഷസ്കധാരിയ റീബൽ കമന ഘടകസേ. ആത്മസാന്നിധ്യം നിറയുക, ആത്മസാന്നിധ്യം നിറയുക, ആത്മസാന്നിധ്യം നിറയുക, പരിശുദ്ധാത്മ സാന്നിധ്യം നിറയുക. റീബ ലാബാസേ. Yes, the power. Holy Spirit, Holy Spirit. നിന്നെ ധന്യപ്പിക്കുന്ന, നിന്നെ ഒതുക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ. ഓ യെസ് 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 യെസ്. ഒരു അധികാരത്തിന്റെ ശക്തി ഇന്ന് പകൽ സ്വർഗം നിന്റെ മേൽ കൈമാറട്ടെ. ചിലത് പിടിക്കപ്പെടുകയാ, ചിലത് പിടിക്കപ്പെടുകയാ. ഓ ഓ പിടിക്കപ്പെടുകയാ. രക്ഷസ്കധാർബിയ റീഗൽ പ്രൗഢമന ഘടകം. ചിലത് പിടിക്കപ്പെടുന്നു. പവർ. ഓ ഹോളി സ്പിരിറ്റ്. ഫയർ. തൊടുക, 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 തൊടുക. ശക്തി തൊടുക, ശക്തി തൊടുക. ഫയർ. ഓ ഓ ഓ മഹത്വം ഇറങ്ങുന്നു, മഹത്വം ഇറങ്ങുന്നു. റീബ ലാബാസേ റീഗ ശാന്തേനിയ. യെസ്, ഒരു അധികാരം കൈമാറുന്നു. Fire! Fire! Holy Spirit! Holy Spirit! Oh! Fire! Oh! ആത്മാവിന്റെ കരം ഇന്ന് നിന്റെ മേൽ വെളിപ്പെടട്ടെ. യെസ് 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 യെസ്. എഴുത്തുകൊണ്ടല്ല,
ആത്മാവിന്റെ അതോറിറ്റി ഈ പകലിൽ പരിശുദ്ധാത്മാവ്. Oh, the power of Holy Spirit. Rakshas Katharia Rival Kamanagadaga. Oh, the mighty anointing of Jesus. Rabba Shandal Kamanagadagasi. Vaishas Praudi Birigadagam. Shara Dharabase. In the Pagal authority Chaligata. Holy Spirit. Holy Spirit. ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ ശരീരത്തിൽ നിന്ന് പൊട്ടിക്കുന്നു. Yes, the Spirit of the Lord. In mighty name of Jesus. In mighty name of Jesus. ആ ഡെലിവറൻസ് സംഭവിക്കുക. In the mighty power of Holy Spirit. ദൈവാത്മാവ് ശക്തമായി ഇതിനകത്ത് കൈമാറുന്നു. അധികാരം അധികാരം അധികാരം. ഓ ഈ കൈ കൊണ്ട് ചിലതിനെ തൊടുമ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തികൾ നിന്നിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ അധികാരത്തിന്റെ കൈമാറ്റം. ഓ ഓ യെസ് 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 യെസ്. പരിശുദ്ധാത്മാവ് പറയുന്നു, അനന്യാസിന്റെ കൈ പോലെ പലർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്തതിന് രക്ഷപ്പെടുത്തുന്ന ഒരു കൈയായി അസാധാരണമായ ഒരു ഇമ്പാർട്ടേഷൻ നിങ്ങളിൽ നടക്കുന്നു. ഒരു ഇമ്പാർട്ടേഷൻ നിങ്ങൾ നടക്കുന്നു. ഒരു ഇമ്പാർട്ടേഷൻ നിങ്ങൾ നടക്കുന്നു. Power of Holy Spirit. Ralma Shandal Kamanagadaga Shaidal Proudiminigadagasi. In name of Jesus. അസാധാരണമായ ഇമ്പാർട്ടേഷനായി പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എഴുത്തിൽ കിടക്കുന്നതല്ല, അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്. ടച്ച്. അതിനേക്കാൾ വലുത് എൻ്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന സകലത്തെയും തോൽപ്പിക്കാൻ കരുത്തുള്ള ഒരു അതോറിറ്റിയെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുക. Holy Spirit. In the name of Jesus. അധികാരത്തിന്റെ ശക്തി. ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കണം.